സർവശർവ ശിവസ്ഥാണുർഭൂതാതിർനിധിരവ്യയ. സർവ എല്ലാ പദാർത്ഥങ്ങളുടെയും ഉത്ഭവത്തിനും സ്ഥിതിക്കും നാശത്തിനും കാരണമായിട്ടുള്ളവൻ. അതായത് സത്തും അസത്തുമായിട്ടുള്ള എല്ലാത്തിനെയും സൃഷ്ടിച്ച് സംരക്ഷിച്ച് നശിപ്പിക്കുന്നതിന് കാരണമായിട്ടുള്ളവൻ ഭഗവാനാണ്. ശർവ പ്രളയകാലത്ത് എല്ലാറ്റിനെയും തന്നിൽ ലയിപ്പിക്കുന്നവൻ എന്നർത്ഥം. ശർവശബ്ദത്തിന് ആശ്വസിപ്പിക്കുന്നവൻ, സംഹരിക്കുന്നവൻ എന്നീ അർത്ഥങ്ങളുമുണ്ട്. ശിവ മംഗളം നൽകുന്നവനാണ് ഭഗവാൻ. സത്വാദി ഗുണങ്ങൾ ഇല്ലാത്തതിനാൽ മംഗളകാരണനാണ്. പ്രപഞ്ചത്തെ പ്രകാശിപ്പിക്കുന്നവൻ എന്നും അർത്ഥമുണ്ട്. ശിവ മംഗളം നൽകുന്നവൻ എന്നർത്ഥം. സത്വാദി ഗുണങ്ങൾ ഇല്ലാത്തതിനാൽ മംഗളകാരണനാണ്. പ്രപഞ്ചത്തെ പ്രകാശിപ്പിക്കുന്നവനെന്നും ശിവന് അർത്ഥമുണ്ട്. ശിവൻ എന്നതിലെ ശകാരം നിത്യമായ ആനന്ദത്തെയും ഈ പരമപുരുഷനെയും ശക്തി, അമൃത എന്നിവയെയും സൂചിപ്പിക്കുന്നു. ശിവനും വിഷ്ണുവും തമ്മിൽ ഭേദമില്ല. ഒരേ ബ്രഹ്മത്തിൻ്റെ രണ്ട് ഭാവങ്ങളാണ്. സ്ഥാണു സ്ഥിരമായി നിൽക്കുന്നവൻ, അചഞ്ചലൻ, എല്ലാത്തിനും ആധാരമായിട്ടുള്ളവൻ, നിർവികാരൻ എന്നിങ്ങനെ അർത്ഥങ്ങളുണ്ട്. ഭൂതാദി സകല ഭൂതങ്ങളുടെയും ആദികാരണനാണ് ഭഗവാൻ. നിധി പ്രളയത്തിൽ സകല ജീവികളും ഏതിലാണോ സ്ഥിതി ചെയ്യുന്നത് ആ ആളാണ് നിധി. സംഭവ സമ്യക്കായി ഭവിച്ചവൻ, പല പല അവതാരങ്ങളിൽ ഉത്തമമായ ജന്മത്തോടു കൂടിയവൻ എന്നർത്ഥം. ഭാവന സകല സത്ഫലങ്ങളെയും ദാനം ചെയ്യുന്നവൻ. ഭർത്ത പ്രപഞ്ചത്തെ ഭരിക്കുന്നവൻ. പ്രപഞ്ചത്തെ തൻ്റെ ചൊൽപ്പടിക്ക് നിർത്തുന്നത് ഭഗവാനാണ്. പ്രഭവ സകലത്തിൻ്റെയും ഉത്ഭവസ്ഥാനമായിട്ടുള്ളവൻ. പ്രഭു എല്ലാ ക്രിയകളിലും സമർത്ഥൻ. ഈശ്വര ഐശ്വര്യത്തോടു കൂടിയവൻ. ഐശ്വര്യം എന്നാൽ ഈശ്വരത്വം എന്നർത്ഥം.